അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലപ്പോഴും പലർക്കും അനുഭവപ്പെടുന്ന ഒന്നാണ് തലവേദന. ചില രോഗങ്ങളുടെ ലക്ഷണം കൂടിയായി ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റും. തലവേദനയിൽ തന്നെ മൈഗ്രെയിൻ പോലുള്ള തലവേദനകളും ഉണ്ട്. ഇത് കൂടുതൽ കാഠിന്യം കൂടിയതാണ് നമ്മൾ പറയാറുള്ള മൈഗ്രെയിൻ. തലവേദനയ്ക്ക്, അതായത് രോഗലക്ഷണമായ തലവേദനയ്ക്ക് പരിഹാരമായി നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഭൗതിക ശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കുന്നുണ്ട് എങ്കിലും ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് ചില ആത്മീയമായ ഒറ്റമൂലികളെക്കുറിച്ചാണ്. നമുക്ക് ആത്മീയമായ ഈ ഒറ്റമൂലിയിലൂടെ നമ്മുടെ തലവേദനയെ നമുക്ക് മാറ്റി നിർത്താം. നമുക്ക് നല്ല ആരോഗ്യം വീണ്ടെടുക്കുകയും നല്ല റാഹത്തുള്ള ഒരു ജീവിതം നേടിയെടുക്കുകയും സാധിക്കും. പല ആളുകൾക്കും തലവേദന വലിയ ശല്യമായി തോന്നാറുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾക്കാകട്ടെ അത് വലിയ അത്രത്തോളം ബാധിക്കാറില്ല. എങ്കിലും ചില ആളുകൾക്ക് അത് നല്ലപോലെ ബാധിക്കാറുണ്ട്. അത് വലിയൊരു പ്രശ്നമായിട്ട് പല ആളുകൾക്കും അത് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ മഹാന്മാരായ ഇമാമികൾ നിർദ്ദേശിച്ച, അവരുടെ മുജറബാത്തിൻ്റെ കിതാബിൽ നമ്മോട് നിർദ്ദേശിച്ച ഒരു ദിക്റാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ പതിവാക്കൽ മൂലം നമുക്കുള്ള തലവേദനകളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. മഹാന്മാരായ ഇമാമികൾ അവിടെ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഒരു മനുഷ്യൻ, തലവേദനയുള്ള ഒരു മനുഷ്യൻ അവൻ്റെ കൈ അവൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, അഥവാ അഫ്ളലു ദിക്റായ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ദിക്ർ ഒരു മനുഷ്യൻ, തലവേദനയുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ തലവേദനയുള്ള ഒരു മനുഷ്യന് അവൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 165 പ്രാവശ്യം ചൊല്ലിയാൽ, 165 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു തആല അവൻ്റെ തലവേദന മാറ്റിക്കൊടുക്കും എന്ന് ഇമാമിങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നത് കാണാം. ഇത് ഒരുപാട് ആളുകൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ പ്രയോഗിച്ച് അവർ പരിശീലിച്ച് അല്ലെങ്കിൽ അവർ പരിശോധിച്ച് ഇതിൽ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ഇത് പരിശോധിച്ചതിന് ശേഷം അവർക്ക് വലിയ ഫലം ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്നും മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഈ 165 പ്രാവശ്യം തന്നെ ചൊല്ലണം എന്ന് പറയാനുള്ള കാരണം എന്തേ? അതും കൂടി ഈ കിതാബിൽ പറയാണ്. അത് തലവേദനയുടെ ഒരു എണ്ണം, ആ എണ്ണം നോക്കുന്ന സമയത്ത് തലവേദനയുടെ എണ്ണത്തോട് ഈ 165 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന 165 എന്ന സംഖ്യ അതിനോട് യോജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിൻ്റെ എണ്ണത്തോടും ഈ 165 എന്നുള്ളത് യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കണക്ക് നോക്കുമ്പോഴും യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തലവേദനയുള്ള ഒരു മനുഷ്യൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് 165 പ്രാവശ്യം ചൊല്ലിയാൽ, വേണ്ട പോലെ ചൊല്ലിയാൽ അതിന് വലിയ ഫലമുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്താനുള്ള കാരണം. മാത്രമല്ല അതിൽ ശേഷം അവിടുന്ന് പറയുന്നുണ്ട് ഫഇന്നഹ മിൻ അസീസിൽ ഫവായിദ്, ഇത് വലിയ ഗുണമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല വലിയ പരിശോധിച്ചറിഞ്ഞ വലിയ ഫലമുള്ള ഒരു ദിക്റാണ് എന്ന് മഹാന്മാർ അവിടെ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു പ്രശ്നത്തിനുള്ള പരിഹാരവുമായിട്ട് വരാം. അസ്സലാമു അലൈക്കും.